ഗുഡ് മോർണിംഗ് ഗെയ്സ്. ഇവിടെ ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട്. ഇന്ന് ആമിക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകണം. പക്ഷേ ആളിതുവരെ എഴുതിയിട്ടില്ല. 10 മണിയല്ല, 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എഴുതിയിട്ടില്ല. നമ്മൾ നല്ല ലേറ്റായിട്ടാണ് കിടക്കണം. അപ്പോൾ വിളിച്ചുണർത്തി നമുക്ക് ഇന്ന് സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്തിട്ട് വരാം. ഇവിടെ വന്ന സമയം തൊട്ട് പറയണം എനിക്ക് വെറുതെ വീട്ടിലിരുന്ന് മടുത്ത് എനിക്ക് നാട്ടിൽ പോകണമെന്നൊക്കെ. എന്തായാലും വിളിച്ചുണർത്താം. ഓണെന്ന് ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോണ്ടേ? പോണോ? പിന്നെ വാ, ഇന്നാണ് അഡ്മിഷൻ എടുക്കാൻ പോണ. വാ. അയ്യോ, ഇനി പിന്നെ ഇറങ്ങിയത് 10 മണിയായി. വാ, അച്ഛേ പോരും, അപ്പോഴേക്ക് റെഡി ആക്കിയിട്ടിരിക്കണം. വാ വാടി. ഉറങ്ങണോ? എന്നാ ഉറങ്ങിക്കോ, അഡ്മിഷൻ എടുക്കണ്ട. സ്കൂളിൽ ഉറങ്ങിക്കിടുന്ന കൊച്ചിനെ വന്ന് ഉണർത്തിയതും പോലെ കോക്രി കാണിച്ചതിനെ കരയിക്കുകയും കൂടി ചെയ്യണം. എന്തായാലേ അങ്ങനെ അപ്പനും മോളും കൂടി തമ്മിലുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് എന്തായാലും ആമ ഉറക്കം വിട്ട് എണീറ്റു. എനിക്കല്ലാതെ അവർക്ക് വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗെയ്സ്, ഇറ്റ്സ് മീ യുവർ കൊറിയൻ ഗേൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സൗദിയിൽ വന്നിട്ട് ആമിക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വീഡിയോ ആണ്. കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ വന്ന സമയത്ത് ആമിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ 4 വയസ്സാവാത്തതുകൊണ്ട് എടുക്കാൻ പറ്റുമല്ലോ എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ എന്തായാലും ആ കർത്തവ്യം അങ്ങ് നിർവഹിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിന്നെ എന്തായാലും ആമി എണീറ്റ് പിന്നെ അവളെ റെഡിയാക്കണം. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ലല്ലോ, എപ്പോൾ വേണേലും പോയി അഡ്മിഷൻ എടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ഇങ്ങനെ ആണെങ്കിൽ രാവിലെ 7 മണിക്കൊക്കെ സ്കൂളിൽ പോകാനായിട്ട് അവൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇപ്പം തന്നെ 9:30 മണിയായിട്ട് അവൾ എണീക്കുന്നില്ല. കുറച്ചുകൂടി കുഞ്ഞിലേ ആയിരുന്നെങ്കിൽ ഒരു 6 മണി സമയത്തൊക്കെ അവൾ എന്നെക്കാളും മുന്നേ എഴുതിയിട്ട് എന്നെ വിളിച്ചുണർത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളർന്ന് വരുന്നതിനനുസരിച്ചിട്ട് ആൾക്ക് ഭയങ്കര ഉറക്കമാണ്. കളിയൊക്കെ കൂടുമ്പോൾ കുട്ടിക്ക് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഉറങ്ങുകയും ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷേ എന്നാലും ഇവിടുത്തെ സ്കൂൾ ടൈമിനത് പറ്റില്ലല്ലോ. നാട്ടിലാകുമ്പോൾ പിന്നെയും കുറച്ചുകൂടി സാവകാശം ഉണ്ടായിരുന്നു. 8 മണിക്കൊക്കെ എണീറ്റാലും എങ്ങനെയായാലും 9 മണിക്ക് സ്കൂൾ ബസ് വരുന്നതിന് മുമ്പ് പറഞ്ഞുവിടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 7 മണി സമയത്തൊക്കെയാണ് പോകാനുള്ളത്. അതിന് മുന്നേ അവളെ എണീപ്പിക്കണം. അവൾക്ക് ഫുഡ് കഴിക്കാൻ തന്നെ വേണം 1/2 മണിക്കൂർ 1 മണിക്കൂർ. അപ്പം അത്രയും നേരത്തെ അവളെ എണീപ്പിക്കണം. എല്ലായിടത്തും വന്ന് പോസ്റ്റ് അടിച്ച് നിൽപ്പായിരുന്നു. പല്ല് കഴിക്കാൻ ഉഷാറില്ല, കുളിക്കാൻ ഉഷാറില്ല, പോകാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ആമയ്ക്ക് ഭയങ്കര പാടാണ്. എന്ത് ഫുഡായാലും മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വേണം. പക്ഷെ ന്യൂഡിൽസോ അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ തിരക്കേടില്ലാണ്ട് കഴിച്ചോളും. പക്ഷേ എന്തെങ്കിലും നമ്മൾ ഭയങ്കര കാര്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് താല്പര്യമില്ലാത്ത രീതിക്കൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോഴൊക്കെ ഉറങ്ങിയാണ് ഇരുന്നെങ്കിൽ ആൾ ഒരുങ്ങി ഇറങ്ങാൻ നേരത്ത് കുറച്ചൊന്ന് ഓക്കെ ആയി വന്നു. ഉറക്കച്ചടവൊക്കെ മാറി, ഒന്ന് മേല് കഴുകിയൊക്കെ വന്നപ്പോഴേക്കും ആളുടെ ഉറക്കച്ചടവൊക്കെ മാറി ആൾ ഓക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുങ്ങുന്നതിൻ്റെ ബഹളങ്ങളാണ്. കാരണം ഭയങ്കരമായിട്ട് ഒരുങ്ങണം, ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണെഴുതണം, ലിപ്സ്റ്റിക് ഇടണം, നല്ല നല്ല ഡ്രസ്സുകൾ ഇടണം. സാധാരണ നോർമൽ ഡ്രസ്സുകളൊന്നും ഇഷ്ടമല്ല. ഒരുപാട് വർക്കൊക്കെ ഉള്ള ഫ്രോക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന ചെരുപ്പ് വേണം. ഞാൻ പറഞ്ഞു ഇത്രയും ഇങ്ങനെ ഈ ചെരുപ്പൊന്നും ഇടേണ്ട, ഒരു നോർമൽ ചെരുപ്പ് ഇട്ടുണ്ടാകും. കേൾക്കത്തില്ല, എനിക്കിത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ആൾ ഒരുങ്ങി ഇറങ്ങി താഴേക്ക് പോവുകയാണ് വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട്. അവളെ ഒരുക്കി റെഡിയാക്കിയതിന് ശേഷം എൻ്റെ ഒരുക്കവും കഴിഞ്ഞത് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരുക്കം. പിന്നെ എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണം. പിന്നെ എന്തൊക്കെയാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഫയൽ ഉൾപ്പെടെ ഫുൾ എടുത്തിട്ടുണ്ട്. അതിൽ കണ്ടില്ല, ഞങ്ങൾ വന്ന ടിക്കറ്റ് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സ്കൂളിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഡള്ളായിട്ട് പറയണ, നല്ല ജില്ലെന്ന് പറ. സ്കൂളിൽ പോടാ.
ഇവിടുത്തെ റോഡിന് പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഒരേ ദൂരമായിരിക്കില്ല കേട്ടോ. ആക്ച്വലി ലെഫ്റ്റ് സൈഡിലാണ് ആ സ്കൂൾ വരുന്നത്, പക്ഷെ നമ്മൾ ആ സ്കൂളിൽ എത്തണമെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ ഒരുപാട് ഒരു ബ്രിഡ്ജൊക്കെ കയറി ഇറങ്ങി പിന്നെ നമ്മൾ യൂ ടേൺ എടുത്ത് വരണം. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് സമയം കൂടുതൽ വേണം, ഇങ്ങോട്ട് കുറച്ചുകൂടി എളുപ്പം എത്താം കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ആമിയുടെ സ്കൂളിലേക്ക് എത്തിയേക്കാണ്. അൽ ജുനൂബ് എന്നാണ് സ്കൂളിൻ്റെ പേര് വന്നിട്ട്, പക്ഷെ ആമിയുടെ ക്ലാസ് പറഞ്ഞത് ഇവിടെ അല്ല. അങ്ങനെ ഞങ്ങൾ ആമിയുടെ സ്കൂളിലെത്തി. ആമിക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയ ടെസ്റ്റ് പോലെ ഉണ്ട്, ഒരു ചെറിയ എക്സാം പോലെ ഉണ്ട്. 1 to 50 എഴുതാനും ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ABCD എഴുതാനൊക്കെ ആയിട്ട് ചെറിയൊരു ടെസ്റ്റ് പോലെ ഉണ്ട്. പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അവർ അഡ്മിഷൻ എടുക്കുന്ന ക്ലാസ്സിനനുസരിച്ചുള്ള ടെസ്റ്റുകളാണ് നടത്തുന്നത്. അങ്ങനെ ആമി അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ആമി ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാമായിരുന്നു. നമുക്കും ഉണ്ട് ആമിക്ക് ടെസ്റ്റ് എഴുതുന്ന പോലെ കുറേ ഫോം കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അങ്ങനെ അതെല്ലാം അഡ്മിഷൻ എടുക്കാനായിട്ട് ഒരുപാട് കുട്ടികളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആമി ഇത് എഴുതുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് ആമിയുടെ ക്ലാസ് എവിടെയാണോ അവിടെ കൂടി ഒന്ന് പോയി നോക്കണം. കാരണം നെക്സ്റ്റ് ഡേ തൊട്ട് ക്ലാസ് തുടങ്ങുമായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റിലാണ് പോയി അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പിറ്റേന്ന് കൊണ്ടാക്കണമെങ്കിൽ എവിടെയാണ് ബിൽഡിംഗ് എന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ അവിടെയും കൂടി ഒന്ന് പോയി കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ആമിയുടെ കുറച്ച് സാധനങ്ങൾ, ഇപ്പോൾ സ്കൂളിൽ ക്ലാസ് തുടങ്ങുമല്ലോ, അപ്പോൾ കൊണ്ടുപോകുന്ന സ്നാക്സ് ആയാലും അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്ന പർച്ചേസിങ് കൂടി ഉണ്ടായിരുന്നു. അതുകൂടി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ മാത്രമാണ്. ആമിക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോലെ ഒരു കുഞ്ഞു വീഡിയോ മാത്രമാണ്. അപ്പോൾ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്ക് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങളവിടെ അടുത്തുള്ള ഒത്തേം എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.